ഇതിനകത്ത് കോൺഗ്രസിന്റെ പ്രവൃത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി കളങ്കിതനാണെന്നും മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കരുതിയിരിക്കുന്ന സന്ദർഭമാണെന്നൊക്കെ അദ്ദേഹം പറയണം. ഇതിനകത്ത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ശ്രീ മാത്യു കുഴൽനാടൻ്റെയും ഈ ആരോപണം ഉന്നയിച്ചു വന്നിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെയുമാണ്. ഇതിൽ മാത്യു കുഴൽനാടന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോടതി വിധിക്കകത്ത് 19ാമത്തെ പേജിൽ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്, I could not find even a single scrap of paper which supports his contention. ഒരു തുണ്ട് കടലാസ് പോലും അഴിമതി അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ നമുക്കൊക്കെ ഓർമ്മയില്ലേ, കേരളത്തിൻ്റെ ഈ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ പുറത്തുവിട്ടാൽ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അങ്ങനെ ഞെട്ടിക്കാനായിട്ട് വന്നു നിന്ന മാത്യു കുഴൽനാടൻ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ അദ്ദേഹം കുറച്ച് തുണ്ടുകടലാസുമായി വന്നു കഴിഞ്ഞാൽ 4-5 ദിവസം നമുക്ക് മാധ്യമ വിചാരണയ്ക്ക് ഇടമൊരുക്കാൻ സാധിക്കുമായിരിക്കും. എന്നാൽ കോടതിയിൽ പോയിട്ടൊരു തുണ്ടുകടലാസ് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലും സാധ്യമല്ലാതെ ഇത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ചർച്ചയുടെ ടൈറ്റിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദം മാസപ്പടി എന്നുള്ളതാണ്. മനോരമ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ക്രിപ്റ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കെട്ടിയാടുകയായിരുന്നു ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതാണ് ഇന്ന് തകർന്ന് വീണിട്ടുള്ളത്. ഇനി നിങ്ങൾ ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു, നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അന്വേഷണം അതിന് തീർന്നിട്ടില്ലല്ലോ എന്ന്. അന്വേഷണം തീർന്നിട്ടില്ലെന്ന്. ഇതിനു മുൻപ് നിങ്ങൾ എത്ര അന്വേഷണം നടത്തിയിട്ടുണ്ട്? സമാനമായ നിലയിൽ ഉയർത്തിയ എത്രയോ ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഈ നാട്ടിൽ വട്ടമിട്ട് പറഞ്ഞ ഇപ്പൊ ഇതിന് തൊട്ട് മുൻപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് അന്വേഷണ ഏജൻസികൾ പറന്നു നടന്നിരുന്നല്ലോ. ഏതെങ്കിലും ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ രോമത്തിൽ സ്പർശിക്കാൻ വേണ്ടി നിങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും SFIO ഉൾപ്പെടെ വട്ടം തിരിഞ്ഞ് പറക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദ്യം നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു അഴിമതിയുടെ കളങ്കമുണ്ട് എങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ വന്ന് പറഞ്ഞതുപോലെ തൻ്റെ ഇടമുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് നിങ്ങൾ ജയിലിടുമെന്നല്ലേ പറഞ്ഞത്. അതിനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ ചെയ്തു കാണിക്കുക. ഇവിടെ ഒരു തെളിവുമില്ലാതെ ഒരടിസ്ഥാനവുമില്ലാതെ കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഈ നാടിന് മുൻപിൽ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആയിക്കോട്ടെ അത് നിങ്ങൾ 4-5 ഏജൻസികളെ കൊണ്ട് സ്വർണ്ണക്കടത്ത്, ഈന്തപ്പഴത്തിന്റെ കുരുകടത്ത്, ഖുർആൻ കടത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറങ്ങി തിരിഞ്ഞിരുന്നല്ലോ. എന്നിട്ട് ആ അന്വേഷണ ഏജൻസികളൊക്കെ എവിടെ? ഒരാൾ നടത്തിയ എന്തെങ്കിലും കണ്ടെത്തലുണ്ടോ? കേരള പോലീസിനേക്കാൾ വലിയ ശേഷിയുള്ള അന്വേഷണ ഏജൻസികളാണെങ്കിൽ അവരിവിടെ കറങ്ങി നടന്നത് ഇപ്പൊ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നില്ലേ തിരിഞ്ഞു നടന്നിരുന്നത്? എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക്? നിങ്ങൾ ആരെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത്? അത്തരത്തിലുള്ള ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് മുൻപിലും ഭയപ്പെടേണ്ടുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല. അത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഇതിനെ കേന്ദ്ര ഏജൻസിക്കും തൊടാൻ വിജിലൻസ് കോടതി ഒരു കേസ് തീർപ്പാക്കുന്നത് മാത്രമല്ല, അല്ല ഉല്ലാസ് ബാബു 4 വർഷം 3 ഏജൻസികൾ മുഴുവൻ വന്നു കിടന്ന് അന്വേഷിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റാത്ത കേസിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിക്കുന്നു ഇതാ സ്വർണ്ണക്കടത്ത് കേസ് എന്ന്. പക്ഷെ 3 ഏജൻസി അന്വേഷിച്ചു, തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതിലും നിങ്ങളിങ്ങനെ BJP പാനലിസ്റ്റുകളും നേതാക്കളും പറയുന്നതിനപ്പുറത്തേക്ക് എവിടേക്കെങ്കിലും ഈ അന്വേഷണം പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് ആർഷോ പറയുന്നത് നിങ്ങളൊരു നോട്ടീസ് അയക്കാൻ ധൈര്യപ്പെടുകയെന്ന്.